പിന്നെ ഒരു ഷോർട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറയാന്ന് വെച്ചാൽ നിങ്ങളുടെ മടി നിങ്ങളുടെ കുറച്ചിൽ ഞാൻ സംസാരിക്കാൻ സാധാരണ രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് സാധാരണ രീതിയിൽ സംസാരിക്കലല്ല. നിങ്ങൾ അവിടെ ഇവിടെ തൊടാണ്ട് ഒരു പറയാം അങ്ങോട്ട് ഓടി നടക്കുക. നിങ്ങളുടെ കുറച്ചിൽ പോലെ നിങ്ങളുടെ മടി പോലെ ഫോൺ നമ്പർ മേടിച്ച് നമുക്ക് എവിടെയും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, സംസാരിക്കാം, ചിരിക്കാം, എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മടി നിങ്ങളുടെ കുറച്ചിൽ അങ്ങനെ കിട്ടി. ജോസഫും സേവിയർ പോലെ 42 വയസ്സിൽ 29 വയസ്സിൽ ആ കാലത്തിൽ മരിച്ചോളൂ പെട്ടതലായിട്ട്. നിങ്ങളുടെ കുറച്ചിലാവും. നിങ്ങളുടെ മുതിർന്നവർ ചിലപ്പോൾ വിവരമില്ലാത്തവരെന്ന് പറഞ്ഞു തന്നിട്ടോ. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ 112 വയസ്സ് വരെ ജീവിക്കാണ്ട് മരിക്കുക. ആ സമയത്ത് ഏജിൽ മരിക്കാണ്ട് ഞാനൊരു 74-70 വർഷം മുമ്പ് ചാവും. അത് ഇപ്പോൾ 74 വർഷം മുമ്പ്, ഇപ്പോഴത്തെ ഒരു 38 വയസ്സെന്ന രീതിയിൽ 74 വർഷം മുമ്പോഴോ 74 വയസ്സ് മുമ്പോഴോ അല്ലെങ്കിൽ 70 വയസ്സ് മുമ്പോ 65 വയസ്സ് മുമ്പോ ഞാൻ ചാവും. അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും അത് കിട്ടുക. ആയിരുന്നു കുട്ടി വാങ്ങൽ. അപ്പോൾ എല്ലാം കാര്യം ഇപ്പോൾ നമ്മൾ മസാജ് പാർലർ മുസ്ലിംസ് വരുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടാവും ചെയ്യണേ. അത് ഉമ്മലില്ല, ജസ്റ്റ് കാശിന് വേണ്ടി ചെയ്തിട്ട് മസാജ് വരുമ്പോൾ തൊടുമ്പോഴാണ് അവരുടെ എന്തെങ്കിലും നക്കുമ്പോൾ നമുക്ക് വരുന്നത്. അല്ലാണ്ട് തൊടാണ്ട് പിടിക്കാണ്ട് ഇപ്പോൾ താല്പര്യമില്ലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടമല്ലെങ്കിൽ എനിക്കും നിങ്ങൾ ഇഷ്ടമില്ല, താല്പര്യമില്ല. നിങ്ങളുടെ ഭംഗിയും ഇതുണ്ടെന്ന് നോക്കിയിട്ടല്ല. ഭംഗിയൊക്കെ ഉണ്ടായിട്ട് ജീൻസും ഷർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തലയിൽ വിവരമില്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യം സർവീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. അല്ല വേറെ മുസ്ലിം വന്നപ്പോൾ എങ്ങനെയാണ് അവരെന്ത് വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ധൈര്യം ഉണ്ട്. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നെങ്കിൽ അവർ ആസ്വദിച്ച് നുണഞ്ഞാലും എന്ത് ചെയ്താലും ചെയ്താലും എനിക്ക് അവർ തൊടാണ്ട് വരണില്ല. അവർ 15 മിനിറ്റ് ആസ്വദിച്ചിട്ട് പിന്നെ അത് നല്ലതല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത് ബാക്കിയുള്ളവരെ കബളിപ്പിക്കാനാണ്. നല്ലത് ആസ്വദിച്ച് കഴിച്ചിട്ട് ഷെയർ ചെയ്തിട്ട് വീട്ടിൽ വിളിച്ച് കുളിപ്പിച്ചിട്ട് നല്ലോണം ഓട്ടനാക്കി ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പ്രത്യേക തരം സമയമായിരുന്നു അത്. ആ രീതിയിൽ പ്രത്യേക രീതിയിലുള്ള സ്മെല്ലും ആ പ്രത്യേക രീതിയിലുള്ള ടേസ്റ്റും അതൊക്കെയാണ്. അപ്പോൾ ഫുഡ് കഴിക്കണ പോലെ ചെയ്തിട്ട് അത് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ട് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു സ്മെൽ എന്ന് പറയുന്നത് നല്ല ഫ്രാഗ്രൻസ് ആയിട്ടാണ്, ട്രാൻസ്പാരൻറ്റുള്ള സ്മെല്ലാണ്. അതിൽ വ്യത്യാസമില്ല. അല്ലെങ്കിൽ വേറെ അറിയില്ല, പതിനഞ്ചുള്ളവർക്ക് നമുക്ക് അറിയില്ല. മുസ്ലിം അങ്ങനെയാണോ ആവശ്യമില്ല, അപ്പോൾ അവർക്ക് ഫോൺ നമ്പർ തരാൻ ഇഷ്ടമില്ല, എന്തിനാ ആവശ്യമില്ല, താല്പര്യമില്ല. അങ്ങനെ നമ്മൾ മുമ്പ് വിചാരിച്ച പോലെ അല്ല. ഏതോ വേറെ ഒരു വീട്ടിൽ സ്വപ്നം കണ്ടത്, പക്ഷെ അതല്ല. നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എന്തിനാ ആവശ്യമില്ലെങ്കിൽ വേണ്ട. പുറത്ത് പോയി അവർ ബിസി MBA 25-24 വയസ്സിലൊക്കെ ഞാൻ MSc ചെയ്യാൻ പോയത്. എനിക്ക് മാത്സ് വലിയ താല്പര്യമില്ല. ഞാൻ മാത്സ് 0 മാർക്കാണ് ബിസിനസ്സിലോ. ഈ മോളിക്യൂൾസും കെമിസ്ട്രിയും എയർ മോളിക്യൂൾസ് ബാലൻസും വാട്ടർ ബാലൻസൊക്കെയാണ് എനിക്കിഷ്ടം. അതിലാണ് വിവരം അടങ്ങിക്കൂടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 17, 18, 16 വയസ്സിലാണെങ്കിൽ MBA ഇപ്പോൾ കയറിയിട്ടുള്ളെങ്കിൽ എനിക്ക് ഒരു ചേർച്ചയില്ല അതിൽ. ഞാൻ പിന്നെയും വിചാരിച്ചു 23, 24, 25 വയസ്സായിരിക്കും. അതുകൂടിയല്ല. അപ്പോൾ നിങ്ങളിലൊരു കുറച്ചിലുണ്ട്. നിങ്ങളുടെ എത്താത്തൊരു സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. നിങ്ങൾ തന്തയും തള്ളയും എന്തോ വിവരമില്ലാണ്ട് എന്തോ ഖുറാനും എന്തൊക്കെയോ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കാലത്തിൽ ചാവാനായിട്ട്. അല്ലെങ്കിൽ ഡ്രഗ് അടിച്ച് പഠിപ്പിച്ച് മണ്ടശിവനെ ചേർക്കുന്നത് വിപരീതം റോമൻ കാത്തലിക് ചെയ്യാൻ പല കൊല്ലിക്കാനായിട്ട് ഓരോന്ന് നിരങ്ങി നീക്കിയിട്ടുണ്ട്. ശരിക്കുള്ളത് പറയാനുണ്ട്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരുടെ പിന്നാലെ പോകണം. നിങ്ങൾ അതിന് പിന്നാലെ പോകും. അപ്പോൾ പ്രായത്തിന് തികവേറാണ്ട് ഒന്നും നടത്തിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, നാണാണ്, ക്ഷീണമാണ്, കുറ്റബോധമാണ്, മറവിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ മാന്മയോടെ ചെയ്താലും വിവരമില്ലായ്മയോടെ കൂടെ ചെയ്യുകയാണെങ്കിൽ അതിൽ പാതി അറിവും പകുതി അറിവ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് പ്രായത്തിന് തികവേറിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള നമ്മൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് തമ്മിൽ ഷെയർ ചെയ്ത് തമ്മിൽ വർത്താനം പറഞ്ഞ് ആരാണോ എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കലും അതിനെക്കുറിച്ച് ചെയ്യലും പുറത്തെവിടെയെങ്കിലും ഫുഡ് ഷെയർ ചെയ്യലും പിന്നെ എപ്പോഴും ഇപ്പോഴത്തെ കണ്ടില്ലെങ്കിലും വിശേഷം ചോദിക്കും, ഞങ്ങളുടെ ഉണ്ട് എന്തെങ്കിലും വിശേഷം സുഖമാണോ എന്ന് ചോദിക്കാനായിട്ട് വേറെ എല്ലാവരും ഉണ്ടെങ്കിൽ അത്ര മതി. നമ്മളാർക്കും ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കും താല്പര്യമില്ല. നമ്മളറിയില്ല എന്ന് പറയും. നമ്മൾ അറിയോ ആരെക്കുറിച്ച് പറയണമെന്ന് അറിയാം. പക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ദീർഘിച്ച് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, അറിയണ പോലെ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എനിക്കും നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. എനിക്ക് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞ് പിന്നാലെ വരേണ്ട കാര്യമില്ല. അത് വേറെ ആൾക്കാരുണ്ട്, വേറെ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയൊക്കെ തമ്മിൽ ഷെയർ ചെയ്ത് ഫുഡോ സംസാരമോ പിന്നെ വിശേഷം ചോദിക്കുക, ദൂരത്തുള്ളവരോ അടുത്തുള്ളവരോ, അത് വേറെ ചിലർക്ക് മെസ്സേജ് ഡെലിവറി ചെയ്യണം, വേറെ ചിലർ അതിന് വിഷ് ചെയ്യണം, വേറെ ചിലർക്ക് അതിനുള്ള കണക്ഷനും സംസാര രീതിയും ഈ ടൈപ്പിലുള്ളവരും പലരും. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ധൈര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ മടി, നിങ്ങളുടെ കുറച്ചിൽ, നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകലും അതൊക്കെയാണെങ്കിൽ
നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ അകാലത്തിൽ ചാവലാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. ഞാനാണോ നിങ്ങളോട് തെറ്റാവർത്തിക്കാൻ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങളുടെ തന്നെ അറിവില്ലായ്മയാണ് അല്ലേ? പറഞ്ഞു തന്നു ഇതാണ് ശരിയെന്ന്. പക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മയിൽ തുടരുകയാണ്, അതിൽ കാര്യമില്ല. പിന്നെ പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങളുടെ കൃത്രിമം കാണിക്കുന്നതും നാച്ചുറലായിട്ട് വന്നതിനെ കൃത്രിമം കാണിച്ച് കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് പറയണവരുടെ വെളിവില്ലാണ്ട് നടന്നിട്ട് നിങ്ങൾ എളിഞ്ഞ് വളഞ്ഞിരുന്ന് കാണിച്ചു തന്ന ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണോ? അല്ല. അപ്പം അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ എളിബരായി ആ കാലത്തിലായിരുന്നു കുട്ടി വാങ്ങിയ വിവരമില്ലാണ്ട് വിപരീതം ചെയ്ത് പൂർണ്ണ അറിവില്ലാണ്ട് പാതി അറിവ് പകുതി അറിവ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം? മെറ്റലിസ്റ്റിക് ഡയലോഗും കൊണ്ട് നടന്നിട്ട് എഴുതി പൂരിപ്പിച്ച് പഠിപ്പിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറയിപ്പിക്കാണ്ട പറയണേ. പൂർണ്ണ അറിവോടുകൂടെ നിങ്ങളുമായിട്ട് എനിക്ക് എന്ത് ബന്ധം? ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളോട് ഇഷ്ടമായിട്ട് പറയുന്നതാന്ന്. അല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല എന്ന് തന്നെ അല്ലേ?